Hi students, I am continuing the chapter vector algebra and today's topic is direction cosines and direction ratios. So it's an important topic, so listen carefully. Next topic is direction cosines and direction ratio. Okay. അപ്പോൾ ഇവിടെയും നമ്മളൊരു 3-dimensional സ്പേസ് തന്നെയാണ് കൺസിഡർ ചെയ്യണേ. അപ്പോൾ 3-dimensional സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ആക്സിസ് ഉണ്ടാവും? 3 ആക്സിസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. ഓക്കെ. അപ്പോൾ ഞാനൊരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യാണ്, പി എന്നുള്ള പോയിന്റ്. അതിൻ്റെ കോർഡിനേറ്റ് എക്സ് കോമ വൈ കോമ സെഡ് ആയിരിക്കും. ആൻഡ് ഇത് ഒറിജിനാണ്, നമുക്കറിയാം 0. ഞാൻ ഇത് ഈ ഒറിജിനിൽ നിന്ന് ഈ പി എന്നുള്ള പോയിന്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇത് എന്താവും? ഒ പി എന്നുള്ള പൊസിഷൻ വെക്റ്റർ ആവും. മറന്നിട്ടില്ലല്ലോ, പൊസിഷൻ വെക്റ്റർ. ഓക്കെ. അപ്പോൾ ഈ പൊസിഷൻ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ അറിയാലോ, എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? മോഡ് ഒ പി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആർ വെക്റ്റർ എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ. ഓക്കെ. സോ ശ്രദ്ധിക്കാം. ഇനി നമ്മളുടെ ഈ ഒ പി എന്നുള്ള പൊസിഷൻ വെക്റ്ററിലേക്ക് എക്സ് ആക്സിസിൽ നിന്ന് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. സോ ലെറ്റ് us കൺസിഡർ ഈ ഒ പി എന്നുള്ള പൊസിഷൻ വെക്റ്ററിലേക്ക് എക്സ് ആക്സിസിൽ നിന്ന് പോസിറ്റീവ് ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ഓക്കെ. അതുപോലെ നമ്മുടെ വൈ ആക്സിസിൽ നിന്ന് പോസിറ്റീവ് ആംഗിൾ നമ്മളുടെ ഒ പി എന്ന പൊസിഷൻ വെക്റ്ററിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിളാണ് ബീറ്റ. അതുപോലെ നമ്മുടെ സെഡ് ആക്സിസിൽ നിന്ന് ഒ പി എന്നുള്ള പൊസിഷൻ വെക്റ്ററിലേക്ക് ഉണ്ടാക്കുന്ന പോസിറ്റീവ് ആംഗിളാണ് ഗാമ. ഗാമയാണ്. ഇത് ആർ വെക്ടർ ആണ്. ആറ് മാഗ്നിറ്റ്യൂഡ് ആണ്, തെറ്റിക്കില്ല എന്ന് വിചാരിക്കണു. രണ്ടും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. ഇത് ഗാമയാണ്, ഇത് ഗാമ ആംഗിൾ ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താ, ഇത് രണ്ടും മാത്രം ഞാൻ ഇങ്ങനെ ഡയറക്ഷനും, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും, നമ്മുടെ സെഡ് ആക്സിസ് മാത്രം ഞാൻ ഇങ്ങനെ വരച്ചത്. അപ്പോൾ നമ്മളുടെ സെഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എയറിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക ആക്സിസ് ആണല്ലേ, ആണല്ലോ. അപ്പോൾ അത് നമുക്ക് അത് കറക്റ്റ് ആക്സിസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇത് എന്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന്. പക്ഷേ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. പോസിറ്റീവ് ആംഗിളിനെ നമുക്ക് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ ഒ പി എന്ന പൊസിഷൻ വെക്റ്ററുമായിട്ട് എക്സ് വൈ സെഡ് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ആൽഫ ബീറ്റ ഗാമ എന്നിവയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡയറക്ഷൻ ആംഗിൾ എന്ന് വിളിക്കുക. ഡയറക്ഷൻ ആംഗിൾസ്. ഓക്കെ. ആൻഡ് കൊസൈൻ ഓഫ് ദീസ് ഡയറക്ഷൻ ആംഗിൾസ് ആർ കോൾഡ് ഡയറക്ഷൻ കൊസൈൻ. അപ്പോൾ എളുപ്പമായില്ലേ? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. കൊസൈൻ ഓഫ് ഡയറക്ഷൻ ആംഗിൾസ് ഈസ് കോൾഡ് ഡയറക്ഷൻ കൊസൈൻ. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് ആണ് എന്ത്? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും കൂടി ഡിനോട്ട് ചെയ്യുന്നത് എൽ, സ്മോൾ ലെറ്റർ എൽ വെച്ച് നമ്മൾ കോസ് ആൽഫേനെ, സ്മോൾ ലെറ്റർ എം വെച്ച് കോസ് ബീറ്റേനെ ആൻഡ് സ്മോൾ ലെറ്റർ എൻ വെച്ച് കോസ് ഗാമേനെയും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഓക്കെ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ ഡയറക്ഷൻ ആംഗിൾസും ഈ എൽ എം എൻ ഓർ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസും ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല, പക്ഷേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയും പറ്റും. അപ്പോൾ ഞാനിവിടെ അഗെയിൻ ഞാൻ പിന്നെയും എന്ത് വരയ്ക്കുകയാണ്? ഒരു 3-dimensional ആക്സിസ് വരയ്ക്കുകയാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇതൊരു സെഡ് ആക്സിസ് ആണ്. അതൊക്കെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത്, സെയിം പോയിന്റ് പി എക്സ് കോമ വൈ കോമ സെഡ്. ഓക്കെ. അപ്പോൾ ഇത് ഒ പി എന്നുള്ള പൊസിഷൻ വെക്ടർ എടുത്തു. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 6 ആണ്. ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിലേ
ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ പോയിന്റ്, ഈ പി എന്നുള്ള പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ എന്തായി, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയല്ലോ. അപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒ പി എന്ന നമ്മളുടെ പൊസിഷൻ വെക്ടർ വൈ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ബീറ്റാന്ന്. ബീറ്റ. അപ്പോ നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇതൊരു ക്യൂ എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒ ക്യൂ എന്നുള്ള ലെങ്ത് എത്രയായിരിക്കും? ഏത് ആക്സിസിലാണ്? ഇത് വൈ ആക്സിസിലാണല്ലേ. അപ്പോൾ വൈ ആക്സിസിലുള്ള ഈ പോയിന്റിന്റെ വാല്യൂ ആയിരിക്കും എന്ത്, ഇവിടെയുള്ളത് ലെങ്ത്. ഓക്കെ, അപ്പോൾ വൈ ആക്സിസിൽ നമ്മുടെ പി എന്നുള്ള പോയിന്റ് വൈ ആക്സിസിലേക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ഒ ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് ഈ പോയിന്റിന്റെ വൈ ആക്സിസിന്റെ ഭാഗത്ത് കിടക്കുന്നത് ആയിരിക്കും. അതായത് ഇവിടെ എത്ര കിടക്കുന്ന വൈ ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ വൈ എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മളുടെ കോസൈൻ കോസ് ബീറ്റ കണ്ടുപിടിച്ചാലോ. എന്താ കോസ് ബീറ്റ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, റൈറ്റ്. സോ ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വൈ അല്ലേ. സോ വൈ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എന്താ 6. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ ഈ പോയിന്റ് പി എന്നുള്ള പോയിന്റിൽ നിന്ന് ഞാൻ സെഡ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു എന്ന് വെക്കാം. പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ ഇവിടെ നമ്മുടെ സെഡ് ആക്സിസും ഒ പി ആയി മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മളിവിടെ പറഞ്ഞു ഗാമയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോയിന്റിൽ സെഡ് ആക്സിസിന്റെ ഭാഗത്ത് കിടക്കുന്ന ഏത് ഡിസ്റ്റൻസ് ആണോ അത് തന്നെയാവും ഇവിടെയും വരാം. അപ്പൊ ഇവിടെ സെഡ് വരും അല്ലേ. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി, 2 സൈഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് ഗാമ എന്ന് പറഞ്ഞാൽ എന്താ വരാ, കോസ് ഗാമ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ, സെഡാ വരാം അല്ലെ. സെഡ് ഡിവൈഡഡ് ബൈ എന്താ ഹൈപ്പോട്ടന്യൂസ് 6. അപ്പൊ നമുക്ക് കോസ് ഗാമ ഈക്വൽ ടു എത്ര കിട്ടി, സെഡ് ഡിവൈഡ് ബൈ 6. ഇനി സിമിലർലി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മളുടെ എക്സ് ആക്സിസിലേക്ക് ഇത് ശരിക്കും നമ്മളൊരു 2 ഡയമെൻഷനിൽ വരച്ചു കഴിഞ്ഞാൽ ഇതേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയായിരിക്കും ഓരോ ആക്സിസിലും കിട്ടുക. ഇതിപ്പോ 3 ഡയമെൻഷൻ ആയ കാരണം കൊണ്ട് നിങ്ങൾ ഇത് ഇമാജിൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ സിമിലർലി നമുക്ക് കോസ് എക്സ് ആക്സിസിലായിട്ട് നമ്മുടെ ഒ പി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ ഉള്ളിൽ നിന്ന്, കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടത്തേന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ എന്ത് കിട്ടണം, 6 കിട്ടണം. ഓക്കെ, ക്ലിയർ. അപ്പോ കോസ് ബീറ്റയാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ട്രയാങ്കിൾ വരച്ചേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചേ. ബാക്കി എല്ലാം വരച്ചു കഴിഞ്ഞാൽ ഇത് ആകെ കൊളാവും. അപ്പൊ നിങ്ങളത് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ 2 കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തത് എങ്ങനെയായിരിക്കും, ഏത് ആക്സിസിലാണ് കിടക്കണേ, എക്സ് ആക്സിസ് ഡിവൈഡഡ് ബൈ അതിന്റെ പൊസിഷൻ വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ, പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഡയറക്ഷൻ കൊസൈൻ കിട്ടി ആ ആക്സിസിലെ. ഓക്കെ, അപ്പോൾ കോസ് ഗാമ, കോസ് ബീറ്റ, കോസ് ആൽഫ, കോസ് ബീറ്റ. അപ്പോൾ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്ന് പറഞ്ഞ ഡയറക്ഷൻ കൊസൈൻ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ തന്നില്ലെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡയറക്ഷൻ കൊസൈൻസ് x/r, y/r, z/r ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ആ പോയിന്റിനെ ഓരോ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്മുടെ പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കറസ്പോണ്ടിങ് ആക്സിസിലുള്ള നമുക്ക് ഡയറക്ഷൻ കൊസൈൻ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയും പറയട്ടെ. ഇനിയിപ്പോൾ ഇത് നമുക്ക് കമ്പോണന്റ് ഫോമിലാണ് തന്നത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ പോയിന്റിനെ, ഈ വെക്ടറിനെ നമ്മൾ എങ്ങനെ, ഒ പി എന്നുള്ള പൊസിഷൻ വെക്ടറിനെ നമ്മൾ എങ്ങനെ കമ്പോണന്റ് ഫോം ഓഫ് വെക്ടർ ആക്കും, എങ്ങനെയാക്കും നമുക്കറിയാം. ഒ പി ഈക്വൽ ടു, ഞാൻ ഇവിടെ എഴുതാം, ഒ പി ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk. നമുക്ക് എന്ത് കിട്ടി,
പൊസിഷൻ വെക്റ്റർ അല്ലെങ്കിൽ നമ്മളുടെ ആർ വെക്റ്ററിനെ നമുക്ക് ആർ വെക്റ്റർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ നമ്മളുടെ കോസ് ആൽഫ, ഈ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ ഉള്ള അടുത്ത എളുപ്പമുള്ള മാർഗം എന്താണ്? ഇപ്പൊ പോയിന്റ് അല്ല, നമുക്കൊരു കമ്പോണന്റ് ഫോം ആണ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഐയുടെ കോഎഫിഷ്യന്റ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, സെഡ് ക്യാപ്പ് ഉണ്ട്. അതൊക്കെ എന്തിനാ റെപ്രസെന്റ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള എക്സ് ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ ആണ് അല്ലേ. സോ എക്സ് ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും എന്ത്? കോസ് ആൽഫ. അതേപോലെ കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെയുടെ കമ്പോണന്റ്, ജെയുടെ കോഎഫിഷ്യന്റ് ഇവിടെ വൈ ആണ്. സോ വൈ ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും എന്ത്? നമ്മുടെ കോസ് ബീറ്റ. ഇനി കോസ് ഗാമ എന്ന് പറഞ്ഞാലോ, നമ്മുടെ കെ എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടറിന്റെ കോഎഫിഷ്യന്റ് സെഡ്. അപ്പൊ സെഡ് ഡിവൈഡ് ബൈ ആർ ആയിരിക്കും നമ്മളുടെ എന്ത്? ഡയറക്ഷൻ കോസ് ഗാമയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്ന് പോയിന്റ് ഫോം തരും, അല്ലെങ്കിൽ എന്ത്? നമ്മളുടെ കമ്പോണന്റ് ഫോം ആണ് തരാം. അപ്പൊ കമ്പോണന്റ് ഫോം ആണ് തന്നെന്ന് വെച്ചാൽ അതിൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഐയുടെ കോഎഫിഷ്യന്റ് എടുത്തിട്ട് നമ്മുടെ കോസ് ആൽഫ ഈക്വൽ ടു ഐയുടെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ബൈ പൊസിഷൻ വെക്ടർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ ദാറ്റ് ഇസ് ആർ, ആൻഡ് കോസ് ബീറ്റ ഈക്വൽ ടു എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ജെ വെക്ടർ വൈ ദാറ്റ് ഇസ് വൈ ഡിവൈഡഡ് ബൈ ആർ, ആൻഡ് കോസ് ഗാമ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് കെ വെക്ടർ ഈക്വൽ ടു സെഡ് ബൈ ആർ. അതാണ് കോസ് ഗാമ. ഓക്കെ, അപ്പൊ ഈ ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആർ എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ആണല്ലേ. മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. പൊസിഷൻ വെക്ടറിന്റെ നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പൊ ഈ ആറൊക്കെ എന്തായി ചേഞ്ച് ആവും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോണേ? നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ് എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ എന്ത് കിട്ടി? കോസ് ആൽഫ ഈക്വൽ ടു എക്സ് ബൈ ആർ, കോസ് ബീറ്റ ഈക്വൽ ടു വൈ ബൈ ആർ, ആൻഡ് കോസ് ഗാമ ഈക്വൽ ടു സെഡ് ബൈ ആർ എന്ന് കിട്ടിയല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ കോസ് ആൽഫേനെ അല്ലെങ്കിൽ ഡയറക്ഷൻ കൊസൈനെ നമുക്ക് എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം? എൽ വെച്ച്, ഇതിനെ എം വെച്ച് ആൻഡ് ഇതിനെ എൻ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്ക് എൽ ഈക്വൽ ടു എക്സ് ബൈ ആർ എന്ന് എഴുതാം, നെക്സ്റ്റ് ടേമിന് എം ഈക്വൽ ടു വൈ ബൈ ആർ എന്ന് എഴുതാം, ആൻഡ് എൻ ഈക്വൽ ടു സെഡ് ബൈ ആർ എന്ന് എഴുതാലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? എൽ ആർ എന്ന് കിട്ടും. വൈ ഈക്വൽ ടു എന്ത് കിട്ടും? എം ആർ എന്ന് കിട്ടും. ആൻഡ് സെഡ് ഈക്വൽ ടു എന്ത് കിട്ടും? എന്താ കിട്ടാ? എൻ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇതിനെയാണ് എന്ത്? ഈ എൽ ആർ, എം ആർ, എൻ ആർ, അതായത് നമ്മളുടെ കറസ്പോണ്ടിങ് കമ്പോണന്റ് എക്സ് കോമ വൈ കോമ സെഡ്, ഇതിനെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിളിക്കണേ. ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, അപ്പോൾ ഇതിന് വേറൊരു ഫോർമുലയും കൂടി നമുക്ക് പറയാലോ. കാരണം എൽ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ആൽഫ ആണല്ലേ. അപ്പൊ ആർ കോസ് ആൽഫ, ആർ കോസ് ബീറ്റ, ആർ കോസ് ഗാമ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഡയറക്ഷൻ റേഷ്യോസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ രണ്ട് റെപ്രസെന്റേഷൻ ഓഫ് ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഒന്ന് എൽ ആർ, എം ആർ, എൻ ആർ, അല്ലെങ്കിൽ ആർ കോസ് ആൽഫ, ആർ കോസ് ബീറ്റ, ആർ കോസ് ഗാമ. ഇനി അതുപോലെ തന്നെ ഇത് ഇപ്പൊ പോയിന്റ് ഫോമിൽ തന്നു. ഇനി അതിനെ നമുക്ക് നമ്മളുടെ പൊസിഷൻ വെക്ടർ
കമ്പോണന്റ് ഫോമിൽ തരാണെങ്കിൽ അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? XI പ്ലസ് YJ പ്ലസ് ZK ആണല്ലേ, ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കും? അതും എളുപ്പമാണ്. നമ്മളുടെ I യൂണിറ്റ് വെക്ടറിന്റെ കോഎഫിഷ്യന്റ് എക്സ്, ഈ എക്സിന് ഈക്വൽ ആയിരിക്കും എന്ത്? നമ്മളുടെ R cos ആൽഫ അല്ലെങ്കിൽ LR ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, അതുപോലെ Y എന്നുള്ള ഓരോ കമ്പോണന്റിനും, അതായത് ഐന്റെയും ജെയിന്റെയും കെന്റെയും കോഎഫിഷ്യന്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മളുടെ R cos ആൽഫ, R cos ബീറ്റ, R cos ഗാമ ഈക്വൽ ആയിരിക്കും, ആണല്ലോ. അതുകൊണ്ടാണ് X ഈക്വൽ ടു LR, Y ഈക്വൽ ടു MR, Z ഈക്വൽ ടു NR എന്ന് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ Lനെ കോസ് ആൽഫ, എമ്മിനെ കോസ് ബീറ്റ, എന്നിനെ കോസ് ഗാമ വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും എന്തിനാ? നമുക്ക് ഈ ഐന്റെയും ജെയിന്റെയും കെന്റെയും കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഡയറക്ഷൻ റേഷ്യോസിനെ നമ്മൾ ഈ XYZ എപ്പോഴും വെച്ച് ഇങ്ങനെ നമ്മുടെ പ്രോബ്ലംസ് ഓരോന്നും ചിലപ്പോൾ ചില വാരിയബിൾ ക്വസ്റ്റ്യനിൽ തന്നെ എക്സും വൈയും സെഡും ഒക്കെ കയറി വരുന്നത് കൊണ്ട് നമ്മൾ ഈ XYZ പകരം നമ്മൾ ഈ ഡയറക്ഷൻ റേഷ്യോസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോയിന്റ് വേറെ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസിനെ ABC എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മളുടെ ഡയറക്ഷൻ കൊസൈനിൽ LMN എന്ന് റെപ്രസെന്റ് ചെയ്യണ പോലെ തന്നെ ഡയറക്ഷൻ റേഷ്യോസിനെ ABC എന്നാണ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ A എന്ന് പറഞ്ഞാൽ R cos ആൽഫയ്ക്കും, B എന്ന് പറഞ്ഞാൽ R cos ബീറ്റയ്ക്കും, C എന്ന് പറഞ്ഞാൽ R cos ഗാമയ്ക്കും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ LR എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ എക്ക് ഈക്വൽ ആയിരിക്കും. MR എന്ന് പറഞ്ഞാൽ ബിക്ക് ഈക്വൽ ആയിരിക്കും. NR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഞാൻ പറയാണ്, ഒരു പൊസിഷൻ വെക്ടർ R XI പ്ലസ് YJ പ്ലസ് ZK ഫോമിലുള്ള ഒരു പൊസിഷൻ വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ വരാ? എക്സും വൈയും സെഡിന്. അതായത് ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള എക്സ് ആയിരിക്കും എക്ക് ഈക്വൽ ആയിട്ട് വരാം, ജെയുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള വൈ ആയിരിക്കും ബിക്ക് ഈക്വൽ ആയിട്ട് വരാം, കെയുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള സെഡ് ആയിരിക്കും സിക്ക് ഈക്വൽ ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മളുടെ ക്വസ്റ്റ്യൻ ഓരോന്നും ഓരോ ടൈപ്പ് ആണ്. അപ്പോ അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഓക്കെ, ഈ ഡയറക്ഷൻ കൊസൈനും ഡയറക്ഷൻ റേഷ്യോസും ഒക്കെ കേട്ടിട്ട് ഇനി ഡൗട്ട് ആയോ, ആകെ കൂടി കൺഫ്യൂഷൻ ആയോ? എന്നാൽ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടിയും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണാണ്. നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ കൂടുതലും തരുന്നത് പോയിന്റിനേക്കാൾ ഉപരി നമുക്ക് തരുന്നത് കമ്പോണന്റ് ഫോമിലായിരിക്കും. അതായത് ഇപ്പൊ നോക്കാം, ക്വസ്റ്റ്യൻ തരുന്ന പാറ്റേൺ തന്നിട്ടുള്ളത് XI പ്ലസ് YJ പ്ലസ് ZK ഫോമിലാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ തരുന്ന നമ്മളുടെ വെക്ടർ എന്തായിക്കോട്ടെ. അപ്പൊ വെക്ടറിനെ അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് എഴുതാണ് R ഈക്വൽ ടു XI പ്ലസ് YJ പ്ലസ് ZK ആണെങ്കിൽ നമ്മളുടെ ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ LMN ആണല്ലോ. അപ്പോൾ എഴുതാം, ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ABC ആണ്. അതിലും കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പോ ഇനി നോക്കാം, ഈ ഡയറക്ഷൻ കൊസൈനിൽ ഇനിയിപ്പോ ക്വസ്റ്റ്യനിൽ ആംഗിൾസ് എല്ലാം തന്നിട്ടുണ്ടെന്ന് വെക്കാം. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ആംഗിൾ ആൽഫ, ബീറ്റ, ഗാമ എന്ന ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഡയറക്ഷൻ കൊസൈനായി. ഓക്കെ, ഇനി നമ്മളുടെ ഡയറക്ഷൻ റേഷ്യോ എങ്ങനെ ഡയറക്ഷൻ കൊസൈൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്? ഡയറക്ഷൻ അതായത് LR, MR ആൻഡ്
ആർ എന്ന് പറഞ്ഞാലാണ് ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും തമ്മിലുള്ള റിലേഷൻ ആണ് കേട്ടോ. എ ഈക്വൽ ടു ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻ ഇൻറ്റു എന്താണ് നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ ആണ്, അല്ലെങ്കിൽ ഗിവൺ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ അപ്പോൾ ഇവിടെയും കൂടി ഒരു കാര്യം കൂടി എഴുതിയിട്ട് എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗിവൺ വെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻ അപ്പൊ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? എൽ ഇൻറ്റു ആറ്, എം ഇൻറ്റു ആറ്, എൻ ഇൻറ്റു ആറ് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ആംഗിൾ ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ ഡയറക്ഷൻ കൊസൈൻ എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് ഇവിടെ കമ്പോണന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യണ ആംഗിൾ ആണ്. അപ്പോൾ നമ്മളുടെ ഐ എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ് അല്ലേ, ആണല്ലോ. അപ്പോൾ ഐ എന്നുള്ള യൂണിറ്റ് വെക്ടറിന്റെ കോഎഫിഷ്യന്റ് ആരാണോ അത് ഡിവൈഡഡ് ബൈ നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആണ് എന്ത് നമ്മളുടെ കോസ് ആൽഫ വരാം. അതുപോലെ തന്നെ നമ്മളുടെ ജെ വെക്ടർ, ജെ എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലാണ് അല്ലേ, വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോ ബീറ്റ എന്ന് പറഞ്ഞ ആംഗിള് വൈ ആക്സിസിലാണ്, വൈ ആക്സിസിലായിട്ട് നമ്മുടെ വെക്ടറോ പൊസിഷൻ വെക്ടറിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ബീറ്റ. സോ വൈ ആക്സിസ് കൺസിഡർ ചെയ്യാം, വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് നമ്മൾ ജെ എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യാം. സോ ജെ വെക്ടറിന്റെ കോഎഫിഷ്യന്റ് വൈ ബൈ മോഡ് ആർ ആണ് എന്ത് നമ്മളുടെ കിട്ടിയേ കോസ് ബീറ്റ അല്ലെങ്കിൽ എം എന്ന് കിട്ടി. ഇനി എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗാമ എന്ന് പറഞ്ഞാൽ സെഡ് ആക്സിസും പൊസിഷൻ വെക്ടറും തമ്മിൽ മേക്ക് ചെയ്യണ ആംഗിളാ. അപ്പൊ സെഡ് ആക്സിസിൽ തന്നെ യൂണിറ്റ് വെക്ടർ ആണ് എന്ത്? കെ വെക്ടർ. സോ കെ വെക്ടർ കോഎഫിഷ്യന്റ് സെഡ് ഡിവൈഡഡ് ബൈ നമ്മൾ തന്നിട്ടുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്ത് നമ്മളുടെ ഡയറക്ഷൻ കൊസൈൻ. അപ്പൊ 3 രീതിയിൽ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കേണ്ട ഉപയോഗിക്കുന്ന ഫോർമുലാസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം, നമ്മുടെ ഡയറക്ഷൻ റേഷ്യോ. ഓക്കെ, അപ്പൊ ഈ ഡയറക്ഷൻ റേഷ്യോ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എൽ എന്ന് പറഞ്ഞാൽ കോസ് ആൽഫയാണ്. അപ്പോൾ നമുക്കിതിനെ എന്തെഴുതാം? ആർ കോസ് ആൽഫ. എം എന്ന് പറഞ്ഞാൽ കോസ് ബീറ്റയാണ്, അപ്പൊ നമുക്ക് ആർ കോസ് ബീറ്റ എന്ന് എഴുതാം. ഇനി എൻ എന്ന് പറഞ്ഞാൽ കോസ് ഗാമയാണ്, അപ്പൊ ആർ കോസ് ഗാമ എന്ന് എഴുതാം. അപ്പൊ ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോമാറ്റും കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ പറയാണ് ആർ എന്ന് പറഞ്ഞ തന്നിരിക്കുന്ന വെക്ടറിന്റെ എക്സ് കമ്പോണന്റിന് ഈക്വൽ ആയിരിക്കും എന്ത് നമ്മളുടെ എ എന്ന് പറഞ്ഞ ഡയറക്ഷൻ റേഷ്യോ. വൈ കമ്പോണന്റിന് ഈക്വൽ ആയിരിക്കും നമ്മളുടെ ബി എന്ന് പറഞ്ഞ ഡയറക്ഷൻ റേഷ്യോ. സെഡ് കമ്പോണന്റിന് ഈക്വൽ ആയിരിക്കും നമ്മളുടെ സി എന്ന് പറഞ്ഞ ഡയറക്ഷൻ റേഷ്യോ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എക്സും വൈയും സെഡും തന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എ ബി സി എന്നുള്ള നൊട്ടേഷൻ നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് തന്നിട്ടുള്ള പാറ്റേണുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വെക്ടർ ഫോമിലാണ്, കമ്പോണന്റ് ഫോമിലാണെങ്കിൽ ഐന്റെ കോഎഫിഷ്യന്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡയറക്ഷൻ റേഷ്യോ എക്ക് ഈക്വൽ ആയിരിക്കും. ജെയുടെ കോഎഫിഷ്യന്റ് ബിക്ക് ഈക്വൽ ആയിരിക്കും. ആൻഡ് കെയുടെ കോഎഫിഷ്യന്റ് സിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈനും ഡയറക്ഷൻ റേഷ്യോസിൽ വരുന്ന മാക്സിമം ഫോർമുലാസ്. അപ്പൊ നിങ്ങൾ രണ്ടും ഡയറക്ഷൻ കൊസൈൻ റിലേറ്റ് ചെയ്തിട്ട് ഡയറക്ഷൻ റേഷ്യോ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് the direction ratios of the vector A equal to I plus j minus 2k and hence calculate its direction cosine. So let's start the solution of this question given that A equal to I plus j minus 2k. അപ്പോൾ നമുക്കറിയാം ഒരു വെക്ടർ in the form of xi plus yj plus zk എന്നുള്ള ഫോമുള്ള ഒരു വെക്ടറിന്റെ
ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡയറക്ഷൻ റേഷ്യോ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ X കമ്പോണന്റ്, Y കമ്പോണന്റ്, Z കമ്പോണന്റ് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വെക്ടർ I പ്ലസ് J മൈനസ് 2K ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാം? ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐയുടെ കോഎഫിഷ്യന്റ് ആണ് A വരാ, അതായത് ഇവിടെ 1. B എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെയുടെ കോഎഫിഷ്യന്റ് അഗൈൻ 1. ആൻഡ് C എന്ന് പറഞ്ഞാൽ നമ്മുടെ കെയുടെ കോഎഫിഷ്യന്റ് അത് ഇവിടെ എത്രയാ? -2 ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് കിട്ടി ഡയറക്ഷൻ റേഷ്യോസ് കിട്ടി, വളരെ എളുപ്പത്തിൽ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് ആണ് കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, അപ്പൊ ഇനി ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എന്തായിരുന്നു നമ്മളുടെ ഡയറക്ഷൻ കൊസൈൻ? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ അല്ലെ. അപ്പൊ ഈ കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എക്സ് ബൈ, നമുക്ക് ആംഗിൾ ഒന്നും തന്നിട്ടില്ല, അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ X/R ഈക്വൽ ആണ്. കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ Y/R ഈക്വൽ ആണ്. കോസ് ഗാമ എന്ന് പറഞ്ഞാലോ Z/R ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഈക്വല്? ഐയുടെ കോഎഫിഷ്യന്റ് ആരാണോ അതാണ് നമ്മളുടെ എക്സ് അല്ലേ. അതെ, ഐയുടെ കോഎഫിഷ്യന്റ് ആണ് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, അതാണ് എക്സ്. അതുപോലെ തന്നെ ജെയുടെ കോഎഫിഷ്യന്റ് ആരാണോ അതാണ് വൈ. അതുപോലെ സെഡിന്റെ കോഎഫിഷ്യന്റ് കെയുടെ കോഎഫിഷ്യന്റ് ആരാണോ അതാണ് സെഡ്. ഓക്കെ, അപ്പൊ ഇതന്നെ ആയിരിക്കും നമ്മളുടെ എന്ത്? എക്സും വൈയും സെഡും. നമ്മുടെ ഡയറക്ഷൻ റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്? നമ്മളുടെ എക്സും വൈയും സെഡും. ഓക്കെ, അപ്പൊ ഇനി R കണ്ടുപിടിക്കണം. R എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ XI പ്ലസ് YJ പ്ലസ് ZK എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? √(x² പ്ലസ് y² പ്ലസ് z² ആയിരുന്നു, ആണല്ലോ. അപ്പോ ഇവിടെ നമുക്ക് വാല്യൂസ് ഇനി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ. ഇപ്പൊ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ ഇവിടെ 1 ആണ്, 1² പ്ലസ് വൈന്റെ വാല്യൂ അഗൈൻ 1 ആണ്. സെഡിന്റെ വാല്യൂ ഇവിടെ -2 ദ ഹോൾ സ്ക്വയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് 4. 2ന്റെ സ്ക്വയർ 4. അപ്പൊ നമുക്ക് എത്ര കിട്ടി? √6 എന്ന് കിട്ടി അല്ലെ. അപ്പൊ √6 നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടി. അപ്പൊ ഇനി ഡയറക്ഷൻ റേഷ്യോസ് ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാലോ. cos alpha equal to x/r and it is equal to xന്റെ വാല്യൂ ഇവിടെ 1 ആണ്, 1 divided by √6. ഇനി കോസ് ബീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ y/r ആണ്. വൈയുടെ വാല്യൂ ഇവിടെ എത്രയാ? 1 ആണല്ലേ, 1 divided by √6. ഇനി കോസ് ഗാമ എന്ന് പറഞ്ഞാൽ z/r ആണ്. zന്റെ വാല്യൂ ഇവിടെ -2 ആണ്, -2 by √6 ആണ് നമുക്ക് കിട്ടിയ എന്ത്? നമ്മളുടെ ഡയറക്ഷൻ കൊസൈൻസ്. അപ്പൊ ഡയറക്ഷൻ കൊസൈൻസ് ആർ നമുക്കൊന്ന് എടുത്ത് എഴുതാം. ഡയറക്ഷൻ കൊസൈൻസ് ആർ 1 divided by √6, 1 divided by √6, മൈനസ് ലാസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ -2 ആണ്, തെറ്റിക്കരുത് കേട്ടാ. -2 divided by √6. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് എന്ത് കിട്ടി? ഡയറക്ഷൻ റേഷ്യോസ് ഈക്വൽ ടു ABC. എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ -2. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യം തന്നെ എക്സിന്റെ കമ്പോണന്റ്, വൈന്റെ കമ്പോണന്റ്, സെഡിന്റെ കമ്പോണന്റ്. ഇനി അതും കത്തിയില്ലെങ്കിൽ എന്തെഴുതാം? ഐയുടെ കോഎഫിഷ്യന്റ്, ജെയുടെ കോഎഫിഷ്യന്റ്, കെയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും ABC ഡയറക്ഷൻ റേഷ്യോ. അതേ ഡയറക്ഷൻ റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്? എക്സും വൈയും സെഡിന്റെയും വാല്യൂ. ഇനി നമുക്ക് നമ്മളുടെ ആംഗിൾ ഒന്നും തന്നില്ലെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ ഈക്വൽ ടു x/r, കോസ് ബീറ്റ ഈക്വൽ ടു y/r, കോസ് ഗാമ ഈക്വൽ ടു z/r ആണ്. ഇപ്പൊ കറസ്പോണ്ടിങ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. R എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള വെക്ടറിനെ എന്ത് എഴുതാ? നമ്മുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് ആണ്
എന്ത് ആർ വെക്റ്റർ ആൻഡ് അതെന്തിന് ഈക്വൽ ആണ് മോഡ് ആറ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മോഡ് എഴുതണം അല്ലേ മോഡ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് വാല്യൂ കിട്ടി പിന്നെ കിട്ടിയ വാല്യൂസ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഡയറക്ഷൻ കൊസൈനും കിട്ടി ഡയറക്ഷൻ റേഷ്യോസും കിട്ടി ഓക്കെ